യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷം 3-ാം അധ്യായം 7 മുതൽ 15 വരെയുള്ള ഭാഗത്ത് നിക്കോദേമോസുമായുള്ള സംഭാഷണത്തിലൂടെ ആത്മാവിനാലുള്ള നവീകരണം എങ്ങനെയായിരിക്കണമെന്ന് യേശു വ്യക്തമാക്കുന്നു. ഭൗതികമായ അറിവിനപ്പുറം ദൈവരാജ്യം കാണാൻ ആത്മാവിനാലുള്ള ജനനം അനിവാര്യമാണെന്ന് യേശു പഠിപ്പിക്കുന്നു. കാറ്റിനെ പോലെ ആത്മാവിൻ്റെ പ്രവർത്തനം അദൃശ്യവും എന്നാൽ പ്രാഭവമുള്ളതുമാണ്. മരുഭൂമിയിൽ മോശ പാമ്പിനെ ഉയർത്തിയതുപോലെ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ലഭിക്കാനായി മനുഷ്യപുത്രൻ ഉയർത്തപ്പെടണം എന്ന സത്യം ഈ ഭാഗത്ത് അവിടുന്ന് ഊന്നിപ്പറയുന്നു. മരുഭൂമിയിലെ സർപ്പത്തെ പോലെ ക്രൂശിൽ ഉയർത്തപ്പെട്ട യേശുവിലുള്ള വിശ്വാസമാണ് പാപത്തിൽ നിന്നുള്ള മോചനവും നിത്യജീവനും നൽകുന്നത്. ഈ വചനം കേവലം ബാഹ്യമായ ബോധ്യത്തിനുമപ്പുറം ദൈവത്തിൻ്റെ ആത്മാവിനെ ജീവിതത്തിൽ വളരാൻ അനുവദിക്കാനും യേശുവിലുള്ള വിശ്വാസത്താൽ ഒരു പുതിയ മനുഷ്യനായി ജീവിക്കാനും നമ്മെ ക്ഷണിക്കുന്നു.